എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ആദ്യം തന്നെ നമുക്കെല്ലാവർക്കും ഒരുപോലെ ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ തുടങ്ങാം. കേൾക്കുമ്പോൾ ചെറിയ കാര്യമാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഭീകരമായിട്ടുള്ള ഒരു വശത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ കാര്യം എന്തെന്നാൽ ഒരു 15 കൊല്ലം മുമ്പ് നമ്മളുടെ കേരളത്തിൽ ഒരു ഡിസംബർ കാലം എടുക്കുക. ക്രിസ്മസ് ആഘോഷം വരുന്നുണ്ട്, ന്യൂ ഇയർ ആഘോഷം വരുന്നുണ്ടല്ലേ. അന്നൊക്കെ ഉണ്ടായിരുന്നത് എന്താണ്? കൊടും തണുപ്പായിരുന്നല്ലേ. നമ്മൾ ഡിസംബർ എന്ന് പറയുമ്പോൾ തന്നെ തണുത്തൊരു കാലഘട്ടം എന്നായിരുന്നു നമ്മളുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഈ 2023, 24 ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആ തണുപ്പ് അനുഭവപ്പെട്ടായിരുന്നോ? തണുപ്പ് അനുഭവപ്പെട്ടില്ല എന്ന് മാത്രമല്ല, കൊടും ചൂടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ന്യൂ ഇയറിനും കഴിഞ്ഞ ന്യൂ ഇയറിനും ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേർത്ത് കുളിച്ച് AC ഇട്ട റൂമിൽ AC കൂട്ടിയിട്ട് കിടന്നിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ഫോർട്ട് കൊച്ചിയിലാണ്, വേറെ ഒരിടത്തുമല്ല പോയത്. നമ്മളുടെ കേരളത്തിൽ സംഭവിച്ച കാര്യമാണ്. അതായത് 15 കൊല്ലം മുമ്പ് നല്ല തണുത്തൊരു ഡിസംബർ കാലം ഉണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇന്ന് ആ ഒരു സംഭവം അപ്പാടെ മാറിയിരിക്കുന്നു. അപ്പം നമുക്ക് വലിയ നമ്മളെ ബാധിക്കാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലേ. പക്ഷേ അതിൻ്റെ പിന്നിൽ ഈ ലോകത്ത് നമ്മളുടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒന്നാമത്തത്, പുണ്യഭൂമിയായിട്ടുള്ള മെക്കയിൽ, സൗദി അറേബ്യയിലെ മെക്കയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രളയം ഉണ്ടായിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, മെക്ക എന്നുള്ളത് ഒരു മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പുണ്യഭൂമി, അവിടെ അപൂർവമായിട്ട് മഴ പെയ്യാറുണ്ട്, സത്യമാണ്. അപൂർവമായിട്ട് ചെറിയ വെള്ളക്കെട്ടുകളും ഉണ്ടാകാറുണ്ടല്ലേ. പക്ഷേ ഈ 2025 ഉണ്ടായിരിക്കുന്ന പ്രളയം എന്ന് പറയുന്നത്, അതിൻ്റെ വീഡിയോ ഫൂട്ടേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അത്ര വലിയൊരു ഭീകരമായിട്ടുള്ളൊരു പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത്. കാറുകളൊക്കെ ഒഴുകിപ്പോകുന്നു, അവിടെ മൊത്തം കുത്തി ഒലിച്ചിറങ്ങുന്നു, മൊത്തം കാറുകൾ മുങ്ങാൻ ഭാഗത്തിന് വെള്ളക്കെട്ടുകളൊക്കെ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. അത്രയും വലിയൊരു പ്രളയമാണ് മരുഭൂമിയിൽ അപൂർവമായിട്ട് മഴ പെയ്യുന്ന, അപൂർവമായിട്ട് പോലും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. 2024 ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള പ്രകൃതി ദുരന്തം ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമെങ്കിലും അതൊന്നുമല്ല. അതും സംഭവിച്ചത് മെക്കയിലായിരുന്നു. മെക്കയിൽ ജൂൺ മാസത്തിൽ ഒരു കടുത്ത ചൂടുണ്ടായി, ഹീറ്റ് വേവ് ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവിടെ പുണ്യ തീർത്ഥാടനത്തിന് വന്നിട്ടുള്ള, ഹജ്ജിനോ ഉംറയ്ക്കോ വന്നിട്ടുള്ള 1300ഓളം പേരുടെ ജീവനാണ്. അവർ സൂര്യതാപമേറ്റ് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് മേത്ത് പൊള്ളി വെന്ത് മരിക്കുന്ന, അത്രത്തോളം ദാരുണമായിട്ട് മരിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ വളരെ ഭീകരമായിരുന്നു. റോഡ് സൈഡിലൊക്കെ ആൾക്കാർ ആ ഒരു തീർത്ഥാടകർ മരിച്ചിരിക്കുന്ന വിഷ്വലായിരുന്നു ഉണ്ടായിരുന്നത്. അത് നടന്നത് ജൂൺ മാസമാണ്. ഇനി അതേ വർഷം, അതായത് ജൂൺ കഴിഞ്ഞ് ഏതാനും കുറച്ച് മാസങ്ങൾക്കപ്പുറം നവംബർ സംഭവിച്ചൊരു കാര്യം എന്താണെന്നറിയാവോ? ഇതേ മരുഭൂമിയിൽ, സൗദി അറേബ്യയിലെ മറ്റൊരു മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ. ഫസ്റ്റ് റെക്കോർഡഡ് സ്നോഫാൾ അവിടെ ഉണ്ടായിരിക്കുകയാണ്. അത് സ്നോഫാൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്നോഫാൾ അല്ല, മഞ്ഞുവീഴ്ചയല്ല. ആ ഒരു മരുഭൂമി അപ്പാടെ മൂടുകയാണ്, വെള്ള കളറാകുകയാണ്. ആ മണ്ണിൻ്റെ മുകളിൽ മൊത്തം വെള്ള കളറാകുകയാണ്. എന്താണ് നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ സമ്മർ സീസണിൽ ചൂട് അത്രത്തോളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ വർഷം ഓർക്കും, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്ത് ചൂടാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ. കൃത്യമായിട്ട് കണക്ക് പറയുവാണെങ്കിൽ ചൂടുകാലത്ത് നോർത്ത് ഇന്ത്യ ചുട്ടുപൊള്ളുകയാണ്. ഡൽഹിയിൽ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് റെക്കോർഡ് ടെമ്പറേച്ചറാണ് 52.3 ഡിഗ്രി സെൽഷ്യസ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 52 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉയർന്ന താപനിലയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. നോർത്ത് ഇന്ത്യ ചുട്ടുപൊള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു ഉഷ്ണകാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ സമകാലികമായി നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് പോലെ പുതിയ നിക്ഷേപാവസരങ്ങൾ വരുമ്പോൾ ആ കാര്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ടല്ലോ. അത്തരത്തിൽ മാസത്തിൽ 2000 പോലുള്ള ചെറിയ തുകകൾ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് സസ്റ്റൈനബിൾ വെൽത്ത് 50 ഇൻഡെക്സ് ഫണ്ടിലൂടെ ഭാവിയിലേക്ക് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും. ഈ മാസം 16 വരെയാണ് ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അതായത് വെറും 2 ദിവസം കൂടി. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഈ NFOയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള ആക്സിസ് മാക്സ് സസ്റ്റൈനബിൾ ഈൽഡ് ഇൻഡെക്സിന്റെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ ശരാശരി റിട്ടേൺസ് നോക്കുവാണെങ്കിൽ 37%, 25.4%. അതായത് 2014 നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ഇതിൽ നിക്ഷേപിക്കുമായിരുന്നെങ്കിൽ ഇന്നത് 95 ലക്ഷം രൂപയായേനെ. NRI ആയിട്ടുള്ളവർക്ക് മാസം 18,000 രൂപ വെച്ച് നിക്ഷേപിക്കാൻ സാധിക്കുമെങ്കിൽ 3 കോടി വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നു. പിന്നെ ഈ NFOയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കാനുള്ള ലിങ്കാണ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നിക്ഷേപിച്ച തുകയ്ക്ക് 100% ഗ്യാരണ്ടി ലഭിക്കും. ഇതുകൂടാതെ നിങ്ങളുടെ മന്ത്ലി പ്രീമിയം തുകയുടെ 120 മടങ്ങ് ഇതിനോടൊപ്പം ലൈഫ് കവർ ആയിട്ട് ലഭിക്കും. എന്തായാലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് കാര്യത്തെ പറ്റിയിട്ടാണ്. ഒന്നാമത്തത്, ഈ കഴിഞ്ഞ ആഴ്ച മെക്കയിൽ നടന്നിട്ടുള്ള, മെക്കയിൽ മാത്രമല്ല, മെക്കയുണ്ട്, ജദ്ദയുണ്ട്, അൽബാഹയുണ്ട്, അങ്ങനെ കുറച്ച് സമീപ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ആ ഒരു മഹാപ്രളയത്തെ പറ്റിയിട്ടാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെല്ലാം കാരണമായി മാറുന്ന ക്ലൈമറ്റ് ചേഞ്ച്, അതിന്റെ ഭീകരവശത്തെ പറ്റിയിട്ട് നമ്മളെല്ലാം ബോധവാന്മാരായിരിക്കണം. നിങ്ങൾ ഒരുപക്ഷെ പല ആർട്ടിക്കിളുകളും വായിച്ചിട്ടുണ്ടാകാം.
ഒരു 250 വർഷം അല്ലെങ്കിൽ 500 വർഷങ്ങൾക്കപ്പുറം കൊച്ചി എന്ന് പറയുന്ന നഗരമേ കാണത്തില്ല, കൊച്ചി കടലെടുത്ത് പോകുന്നല്ലേ. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. ഇതൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ തമാശയായിട്ട് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുന്ന ഒരവസ്ഥയുണ്ടല്ലേ. പക്ഷേ സംഭവിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കൊച്ചിയുടെ അവസ്ഥ മാത്രമല്ല, പല തീരദേശ പ്രദേശങ്ങൾ, ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പല തീരദേശ പ്രദേശങ്ങളുടെയും അവസ്ഥ ഒരുപക്ഷെ ഇതായി മാറും. അതായത് 100 വർഷങ്ങൾക്കപ്പുറം നമ്മൾ ഇന്ന് കാണുന്ന ഭൂമി ആയിരിക്കില്ല, 100 വർഷങ്ങൾക്കപ്പുറം നമ്മൾ ഇന്ന് കാണുന്ന ഭൂപടമായിരിക്കില്ല. ഇന്ത്യയുടെ ഭൂപടമൊക്കെ ഒരുപക്ഷെ 100 വർഷങ്ങൾക്കപ്പുറം മാറ്റി വരയ്ക്കേണ്ടി വരും. കാരണം ഒരുപാട് പ്രദേശങ്ങൾ കടലെടുത്ത് പോകും. ഇപ്പോൾ നമ്മൾ കര മാത്രമാണല്ലോ മാപ്പിൽ രേഖപ്പെടുത്തുന്നത് അല്ലേ. അപ്പോൾ അതുകൂടെ കടലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം ഇങ്ങോട്ട് കയറ്റി വരയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അപ്പോൾ വളരെ ഭീകരമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുക 100 വർഷങ്ങൾക്കപ്പുറം എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായാലും ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. മെക്കയിൽ സംഭവിച്ചിട്ടുള്ള പ്രളയത്തെ പറ്റിയിട്ടാണ്. മെക്കയിൽ മാത്രമല്ല സമീപത്തുള്ള നഗരങ്ങളിലും ഈ ഒരു പ്രളയം ബാധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെക്കയിൽ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ പുണ്യകർമ്മമായിട്ടുള്ള ഉംറ ചെയ്യാനെത്തുന്ന ഒരു പീക്ക് സീസണാണിത്. കാരണം ന്യൂ ഇയർ ആകുമ്പോൾ തന്നെ എത്തിച്ചേരണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ക്രിസ്മസ് അവധി, ന്യൂ ഇയർ അവധി, അങ്ങനെ ഒരുപാട് അവധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേര് എത്തിച്ചേരുന്ന ഒരു പീക്ക് സീസണാണ് ഈ ഒരു ഡിസംബർ ജനുവരി സീസൺ എന്നുള്ളത് അല്ലേ. അങ്ങനെ എത്തിച്ചേരുന്ന ഒരു സമയത്താണ് ഈ ഒരു പ്രളയം അവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പലരും വിചാരിക്കുന്നത് സൗദി അറേബ്യയിൽ മഴയെ പെയ്യത്തില്ല എന്നല്ല. അല്ല, സൗദി അറേബ്യയിൽ ചെറിയ തോതിൽ റയറായിട്ട് മഴ പെയ്യാറുണ്ട്. ഇനി അപൂർവമായിട്ട് ചെറിയ പ്രളയം പോലെ വെള്ളക്കെട്ടുകളും ഒക്കെ രൂപപ്പെടാറുണ്ട്. ഇനി മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രളയം വരെ ഉണ്ടായിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എന്തായാലും അതിനെല്ലാം വിപരീതമായിട്ട് വളരെ എക്സ്ട്രീമായിട്ട്, അതായത് പേമാരി എന്ന് പറയത്തില്ലേ, അതുപോലൊരു മഴയായിരുന്നു ഇത്തവണ സൗദി അറേബ്യയിൽ ഈ ഒരു പ്രദേശങ്ങളിൽ പെയ്തിട്ടുണ്ടായിരുന്നത്. അതും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഏറ്റവും കൂടുതലായിട്ട് എത്തുന്ന പീക്ക് സീസണുകളിൽ ഒന്നാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു പ്രളയം അവിടെ ബാധിച്ചപ്പോഴേക്കും ഇത് വിശ്വാസികളെ, പുണ്യകർമ്മം ചെയ്യാനെത്തിയവരെ കാര്യമായിട്ട് ബാധിക്കുകയാണ്. എന്താണ് ഒരു വെള്ളക്കെട്ട് സംഭവിച്ചാൽ അല്ലെങ്കിൽ പ്രളയം സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലാണല്ലേ. എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് ട്രാപ്പായി പോവുകയാണ്. നമ്മൾ മലയാളികളോടത് പറയേണ്ട കാര്യമില്ല. 2018 പ്രളയത്തിൽ നമ്മളെല്ലാം അനുഭവിച്ചതാണല്ലേ. പലരും അവിടുത്തെ ചില ഹോട്ടലുകളിലും മറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ ആയിട്ട് ആകെപ്പാടെ ട്രാപ്പായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ പ്രളയത്തിൽ മെക്കയിൽ കാബ ഇരിക്കുന്ന ഒരു പ്രദേശമൊന്നും അടക്കേണ്ടി വന്നില്ല. പക്ഷെ അങ്ങോട്ട് എത്തിച്ചേരേണ്ട വ്യക്തികൾ, ആ ഒരു തീർത്ഥാടകർ എന്നുള്ളത് മറ്റ് സ്ഥലങ്ങളിലായിട്ടാണല്ലോ തങ്ങുന്നത്, അവരെല്ലാം അവിടെ സ്റ്റക്കായിട്ട് പോവുകയായിരുന്നു. ആ ഒരു ഹോട്ടലുകൾ അടക്കേണ്ടി വന്നു. പലരുടെയും കാറുകളും മറ്റ് വണ്ടികളും ഒക്കെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി വലിയ ബസ്സുകളൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ വെള്ളം കയറി മൊത്തം ഡാമേജ് ആകുന്ന, എഞ്ചിൻ ഫെയിലിയർ ആകുന്ന അവസ്ഥ. ഇനി വർക്ക് ചെയ്യുമെങ്കിൽ അത്രയും വലിയ വെള്ളത്തിലൂടെ ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം ഇതെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മൊത്തം ഒരു ഭീകരമായിട്ടുള്ള, നമ്മളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു അതേ അവസ്ഥയായിരുന്നു ഈ ഒരു ജനങ്ങൾ. അതായത് ലോകമെമ്പാടിൽ നിന്ന് വന്നിട്ടുള്ള പുണ്യ വിശ്വാസികളാണ് അവരെല്ലാം അല്ലേ. അപ്പോൾ അവർക്ക് മുമ്പിൽ ഇത്രയും വലിയൊരു ഭീകരമായിട്ടൊരു കാഴ്ചയായിരുന്നു അവർ കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഈ ഒരു ദുരന്തത്തിൽ മനുഷ്യജീവൻ പോയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി മറ്റൊരു വീഡിയോ ഞാൻ കണ്ടത്, ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ നാട്ടിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ബൈക്കിൽ ഡെലിവറി ചെയ്യാൻ പോകത്തില്ലേ, അതുപോലൊരു ബൈക്കുകാരൻ ഈ ഒരു വെള്ളത്തിൽ മറിയുകയും മറ്റുള്ളവർ വന്ന ബൈക്കൊക്കെ പൊക്കി അവനെ സഹായിക്കുന്നതും. നമ്മൾ 2018 എന്താണ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ എല്ലാം മറന്ന് എല്ലാവരെയും സഹായിക്കുകയായിരുന്നു അല്ലേ. ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയാണ്. ഇത് തന്നെയാണ് നമ്മൾ സൗദി അറേബ്യയിൽ നമുക്ക് കാണാൻ പറ്റിയത്. അതായത് എന്ത് വില കൊടുത്തും എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് അവിടുത്തെ എല്ലാ ജനങ്ങളും, അത് അവിടുത്തെ തന്നെ സിറ്റിസൺസ് ആകാം, ഇനി വന്നിട്ടുള്ളവരാകാം, നമുക്കറിയില്ല. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയാണ്. അവിടെ വന്നിട്ടുള്ള തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവരെ സേഫായിട്ട് ഇരുത്താനായിട്ട് അവരെല്ലാം ശ്രമിക്കുകയാണെന്നുള്ളത് ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമുക്ക് പുതുമയല്ല, കാരണം നമ്മൾ മലയാളികൾ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണിത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് മെക്കയിൽ അല്ലെങ്കിൽ ജദ്ദയിൽ, അൽബാഹയിലൊക്കെ ഇത്രയും വലിയൊരു പ്രളയം ഉണ്ടായത്, വലിയൊരു വെള്ളക്കെട്ടുണ്ടായത്? തീർച്ചയായിട്ടും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പേമാരി തന്നെയാണല്ലോ. വലിയ രീതിയിലായിരുന്നു മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണമായി മാറിയത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഒഴുക്കി വിടാനുള്ള അല്ലെങ്കിൽ ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം, ഓവ് സംവിധാനമൊന്നും അവിടെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മരുഭൂമിയിലാണല്ലേ. ഒരു മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന, മഴ അപൂർവമായിട്ട് പെയ്യുന്ന ഒരു സ്ഥലത്തിന് ഇത്രയും വലിയൊരു ഡ്രൈനേജ് സിസ്റ്റം അവിടെ ആവശ്യമില്ല. അപ്പോൾ സിറ്റി പ്ലാനിങ് നടത്തിയപ്പോഴേക്കും ഡ്രൈനേജ് സിസ്റ്റം അത്യാവശ്യം വെള്ളം വന്നു കഴിഞ്ഞാൽ ഒഴുകിപ്പോകാൻ പറ്റുന്ന രീതിയിലേ കൺസ്ട്രക്ട് ചെയ്യത്തുള്ളൂ അല്ലേ. ഇപ്പോൾ നമുക്ക് കോമൺ സെൻസിൽ ചിന്തിക്കാനേ ഉള്ളൂ. ഇതാണ് ഈ പ്രദേശത്തെ സംഭവിച്ച ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയത്. ഇത്രയും മഴ പെയ്തപ്പോഴേക്കും അത് ഒഴുകിപ്പോകാനുള്ള ഈ ഓവുചാല് സംവിധാനങ്ങൾ അവിടെ ഇല്ലാതെ വരികയും അങ്ങനെ ഈ വെള്ളം കെട്ടുകയും വലിയ പ്രളയത്തിലേക്ക് പോവുകയാണ് ചെയ്തതല്ലേ. ഇനി നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ നോക്ക്. നമ്മുടെ നാട്ടിൽ ഈ ഓവ് അല്ലെങ്കിൽ ആ ഒരു ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ ഉണ്ടെന്ന് പറയുമല്ലേ, ഫുള്ള് വേസ്റ്റ് മൂടി മൊത്തം നാശമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്, ചെറിയൊരു മഴ പെയ്താൽ പോലും തിരുവനന്തപുരം നഗരവും കൊച്ചി നഗരവും മൊത്തം മുങ്ങുന്നൊരവസ്ഥയാണുള്ളത് അല്ലേ.
അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവിടെ മഴ പെയ്യുന്ന ഒരു രാജ്യമല്ല, ആ ഒരു പ്രദേശമല്ല. പക്ഷേ മഴ പെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഡ്രൈനേജ് സിസ്റ്റം പണ്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് വളരെ നാശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അത്രത്തോളം മിസ്മാനേജ്മെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ നമുക്ക് അവരോട് നമ്മുടെ നാട്ടിലെ ഡ്രൈനേജ് സിസ്റ്റം കണ്ട് പഠിക്കുക എന്ന് പറയാൻ പോലും ഉള്ളൊരു അവസരം അവിടെ ഇല്ല. കാരണം പരിതാപകരമാണ് കൊച്ചിയിലെയും തിരുവനന്തപുരം നഗരത്തിലേക്ക് ഡ്രൈനേജ് സിസ്റ്റം എന്നുള്ളത്. തിരുവനന്തപുരത്തല്ലേ ആ ഒരു അഴുക്ക് ചാലിൽപ്പെട്ട് ഒരു വ്യക്തി, ഒരു ക്ലീനിങ് തൊഴിലാളി മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ സൗദി ഭരണകൂടം കൃത്യമായിട്ട് പരിഹരിക്കും. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ, അതായത് മെക്ക കഴിഞ്ഞ് അവർക്ക് എന്തുമുള്ളൂ അല്ലേ, ലോകമെമ്പാടുന്നുമുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലമാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം കൃത്യമായിട്ട് കാണും. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമെന്ന് സൗദി ഭരണകൂടം ഇത്തവണ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടാണ്. കാലാവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള മാറ്റത്തെ പറ്റിയിട്ടാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് റിയൽ. അത് ചിലവർ പറയുന്ന പോലെ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, അതൊക്കെ വെറുതെ പലരും തട്ടിവിടുന്നതാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പണ്ട് ഡിസംബർ തണുപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഡിസംബർ തണുപ്പില്ല. നമ്മുടെ ഡൽഹിയൊക്കെ ഏറ്റവും വലിയ റെക്കോർഡ് ടെമ്പറേച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പല മാറ്റങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. അതായത് 100 വർഷങ്ങൾക്കപ്പുറം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പല ഗവേഷകരും കരുതുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല കോസ്റ്റൽ റീജിയൻസ്, അതായത് തീരദേശ പ്രദേശങ്ങളുണ്ടല്ലോ, അത് ഇന്ത്യക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള, ഇപ്പോൾ ഇന്ത്യ കൊച്ചി ആകട്ടെ, അല്ലെങ്കിൽ തിരുവനന്തപുരം കോവളമാകട്ടെ, ഇനി നമ്മുടെ അപ്പുറത്ത് ചെന്നൈ ആകട്ടെ, ചെന്നൈ മറീന ബീച്ചിൻ്റെ പ്രദേശങ്ങളാകട്ടെ, മറ്റ് രാജ്യങ്ങളിലെ തീരദേശ പ്രദേശങ്ങളാകട്ടെ, ഈ പല തീരദേശ പ്രദേശങ്ങളും കടലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കടലെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ അവിടെയുള്ള കെട്ടിടങ്ങളും അവിടെയുള്ള വ്യവസായവും എല്ലാം നശിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് വരേണ്ടി വരികയാണ്. അപ്പോൾ കോടികൾ മുടക്കി കെട്ടി നിർമ്മിച്ച വില്ലാസം ഫ്ലാറ്റൊക്കെ അപ്പാടെ വെള്ളത്തിലടിയിലാകുന്ന ഒരു സാഹചര്യം അവിടെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇതിന് നല്ല സാധ്യതയുള്ളൊരു സംഭവമാണ്. അതിൻ്റെ കാരണം എന്താണ്? അതാണ് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത്. ഈ പോളാർ റീജിയൻസ് ഉണ്ടല്ലോ, ധ്രുവ പ്രദേശങ്ങൾ, 2 ധ്രുവങ്ങളാണ് ഭൂമിക്കുള്ളത്, നോർത്ത് പോളും സൗത്ത് പോളും. നോർത്ത് പോളാണ് ആർട്ടിക് പോള്, സൗത്ത് പോളാണ് അന്റാർട്ടിക് പോളല്ലേ. 100 വർഷങ്ങൾക്ക് പുറം ഈ ആർട്ടിക് പോളിൽ ഒറ്റ ഐസും കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഐസ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇതല്ല അല്ലേ. ഐസ് മലകളാണുള്ളത്, ഗ്ലേസിയേഴ്സ് ആണുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാശ്മീരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് മലകളെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് ശരിക്കും എന്താണ്, ഇപ്പോൾ വലിയൊരു സാധാ മലയുടെ മുകളിൽ മഞ്ഞ് വന്ന് മൂടുന്നതാണല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മഞ്ഞിനാൽ തീർക്കപ്പെട്ട, അതായത് വലിയൊരു ഐസ് കഷ്ണം ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെയിരിക്കും, അങ്ങനത്തെ മലകളുണ്ട്. അതാണ് ഗ്ലേസിയേഴ്സ് അല്ലേ. ഈ ഗ്ലേസിയേഴ്സും അവിടുത്തെ മഞ്ഞും എല്ലാം ഉരുകും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഗ്ലോബൽ വാർമിംഗ് ആണ്. ആഗോളതാപനം മൂലം ആ പ്രദേശത്ത് ചൂട് കൂടുകയും ആ ചൂടിൽ ആ മഞ്ഞ് മലകൾ ഉരുകുകയുമാണ്. ആ മഞ്ഞുമലകൾ ഉരുകിയിട്ട് ആ വെള്ളം എങ്ങോട്ടാണ് ഒലിച്ചു വരുന്നത്, കടലിലേക്കാണ് ഒലിച്ചു വരുന്നത്. അങ്ങനെ കടലിൻ്റെ സമുദ്രനിരപ്പ് കൂടിയിട്ടാണ് ഈ തീരദേശ പ്രദേശങ്ങൾ കടലെടുത്ത് പോകുന്നത്. എന്തായാലും ഈ മഞ്ഞുമലകൾ ഉരുകുകയും ആ വെള്ളം സമുദ്രത്തിലേക്ക് പോവുകയും സമുദ്രനിരപ്പ് കൂടുകയും അത് കാരണം ഒരുപാട് പ്രദേശങ്ങൾ കടലെടുത്ത് പോവുകയും ചെയ്യും. ഇത് പ്രധാനമായിട്ടും ഈ ചെറിയ ദ്വീപ് രാജ്യങ്ങളൊക്കെ ഉണ്ട്, ആ രാജ്യങ്ങളൊക്കെ അപ്പാടെ ഇല്ലാതായി മാറുമെന്നാണ് പല ആർട്ടിക്കിളുകളിലും പറയുന്നത്. അപ്പോൾ അതിന് ബദലായിട്ട് എന്താ നോക്കുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് ടെക്നോളജി വരും. അതായത് ഒഴുകുന്ന വീടുകൾ, ഒഴുകുന്ന കെട്ടിടങ്ങൾ, അങ്ങനത്തെ ഒരു ടെക്നോളജിയിലേക്കൊക്കെ ഒരുപക്ഷെ മാറേണ്ടി വരുമെന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത്. അടുത്തത് ഹോട്ടർ ആൻഡ് ഡ്രയർ എർത്താണ്. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ചൂട് കൂടും. ഇപ്പോൾ മരുഭൂമിയുടെ അതിർവരമ്പുകളുണ്ടല്ലോ, അതൊക്കെ വികസിക്കും. അതായത് അതിൻ്റെ പുറത്ത് ജനവാസയോഗ്യമായിട്ടുള്ള മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരും. കാരണം ആ ഒരു പ്രദേശം കൂടെ മരുഭൂമിയായിട്ട് മാറും. കാരണം മൊത്തത്തിൽ ചൂട് കൂടുകയാണ്. ഇനി മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, സൗത്ത് ഏഷ്യ, അതിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ കാര്യമായിട്ട് കൂടും. അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസംബറിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഡിസംബറിലൊക്കെ നമ്മൾ വേർത്ത് കുളിച്ചാണ് നടക്കുന്നത്. ഡൽഹിയിൽ റെക്കോർഡ് താപനിലയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിലാകപ്പാടെ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ചൂട് കൂടി അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുക, അതാണ് അടുത്ത പോയിന്റ്. അതായത് ചൂട് വളരെ കൂടുതലാകുമ്പോൾ ഇപ്പോൾ ഡൽഹിയിലൊന്നും പലർക്കും താമസിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാം അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം ഒക്കെ കാരണം ഒരുപാട് പേര് ഡൽഹിയിൽ നിന്ന് മാറുന്നൊരു സാഹചര്യം ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ചൂട് കൂടിയിട്ട് ആൾക്കാർ തണുത്ത പ്രദേശങ്ങളിലേക്ക് തേടിപ്പോകും. തണുത്ത പ്രദേശങ്ങളിൽ ആൾക്കാർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ കാടുകൾ വെട്ടിത്തളിച്ച് അവിടെ കയ്യേറി അവിടെ താമസിക്കേണ്ടി വരും. ഇപ്പോൾ വയനാട്, മൂന്നാറൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലേ. ടൂറിസം എന്നുള്ള പേരിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കയ്യേറി അവിടെ വലിയ റിസോർട്ടുകൾ കെട്ടിപ്പോക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ ചൂട് കൂടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഇതുപോലുള്ള പ്രദേശങ്ങളിലേക്ക് മൊത്തം മാറും. അവിടെ കാടുകൾ വെട്ടിത്തളിച്ച് ഡീഫോറസ്റ്റേഷൻ ഉണ്ടായി അവിടെ താമസം ആരംഭിക്കും. അടുത്തത് എക്കോസിസ്റ്റത്തിന് കോട്ടം തട്ടും. ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ, ഇപ്പോൾ ധ്രുവ പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ധ്രുവ കരടിയൊക്കെ പറ്റി കേട്ടില്ലേ, ഹിമക്കരടി അല്ലേ. ഹിമക്കരടിയൊക്കെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരുപാട് ഹിമജീവികൾ അവിടെ ജീവിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ ചൂടുകൂടി ഐസ് പോലും ഇല്ലാതെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജീവികൾ എങ്ങനെ ജീവിക്കും? ഒരുപാട് മില്യൺസ് ഓഫ് വർഷങ്ങളെടുത്ത് ഇവോൾവ് ചെയ്ത് പരിണാമത്തിലൂടെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള, തണുപ്പിൽ മാത്രം ജീവിക്കാൻ ശേഷിയുള്ള ജീവികളാണ് ഇവരെല്ലാം. അപ്പോൾ ചൂടുകൂടി ഐസ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇനി അതിനെ വേറെ ഏതെങ്കിലും സൂവിലോട്ട് മാറ്റിയിട്ട് കൃത്രിമമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൃത്രിമമായിട്ട് മഞ്ഞിൻ്റെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ താമസിപ്പിച്ചാൽ മാത്രമേ ഒരുപക്ഷെ നമുക്ക് ഇവരെ വംശനാശം സംഭവിക്കാതെ രക്ഷിച്ചു കൊണ്ടുപോകാൻ
കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ജീവികളൊക്കെ വംശനാശം സംഭവിച്ചു പോകാനുള്ള സാധ്യത അത്രത്തോളം കൂടുതലാണ്. അടുത്തത് കൂടുതലായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പല ചുഴലിക്കാറ്റിനെ പറ്റിയിട്ടും സൈക്ലോൺസ് അല്ലേ അല്ലെങ്കിൽ ടൈഫൂൺസിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൻ്റെ ശക്തി വർദ്ധിക്കും. അതുപോലെ തന്നെ ഇത് വരുന്ന ഫ്രീക്വൻസി ഉണ്ടല്ലോ കൂടെ വരാൻ തുടങ്ങി. ഇപ്പോൾ വർഷത്തിലൊന്നാണെങ്കിൽ 100 വർഷം കഴിയുമ്പോഴേക്കും ഒരു വർഷത്തിൽ 10 തവണയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതുണ്ടാക്കാൻ പോകുന്നത് വലിയ നഷ്ടമാണ്. കൂടെ വരികയും ചെയ്യുന്നു. അത് കൂടുതൽ ശക്തിയിലുമാണ് വരുന്നതെന്ന് പറയുമ്പോഴേക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ആ ഒരു കാര്യങ്ങൾ. അടുത്ത കാര്യം ഒരു അഗ്രികൾച്ചറൽ ഷിഫ്റ്റ് ആണ്. അതായത് കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ചൂട് നല്ലതുപോലെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ചൂട് വേണം, കൃത്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ വേണം. തണുപ്പിൽ മാത്രം വളരുന്ന ചെടികളുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ചൂടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരുന്ന ചെടികളുണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ ക്യാരറ്റ് ഉണ്ടാവില്ല, കാര്യമായിട്ട് ക്യാരറ്റ് ഉണ്ടാവില്ല. അത് ഊട്ടിയിലാണ് കൂടുതലായിട്ടും ക്യാരറ്റ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ആ ഒരു തണുപ്പ് അവിടെ വേണ്ടതുണ്ടല്ലേ. അപ്പോൾ ചൂട് ആ ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ളത് കൃഷിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറയുന്ന കാര്യം എന്തെന്നാൽ മഞ്ഞ് മൂടി കിടക്കുന്ന പല പ്രദേശങ്ങളുണ്ടല്ലോ. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹിമാചൽ അല്ലെങ്കിൽ നോർത്ത് കാനഡ, സൈബീരിയ, ഇവിടെയൊക്കെ മൊത്തം മഞ്ഞുരുകിയിട്ട് മണ്ണ് തെളിഞ്ഞു വരും. മണ്ണ് തെളിഞ്ഞു വരുമ്പോഴേക്കും മറ്റു സ്ഥലങ്ങളിലൊക്കെ വലിയ ചൂട് കൂടിയിട്ട് ഒരു തരത്തിലും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും ഉള്ളത്. എന്നാൽ ഇവിടെ ഒരു നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള കൃഷിയൊക്കെ ഒരുപക്ഷെ അങ്ങോട്ട് മാറ്റേണ്ടി വരും. ആ ഒരു പ്രദേശങ്ങളാവും 100 വർഷങ്ങൾക്കപ്പുറം കൃഷിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെന്നുള്ളത്. നമ്മൾ വെറുതെ നോക്കി നിന്ന് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് എടുക്കാൻ മാത്രമേ ഒരുപക്ഷെ പറ്റത്തുള്ളൂ. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ന്യൂഡൽഹിയിലൊക്കെ നമുക്ക് ഈ 50 ഡിഗ്രിയിലൊക്കെ എത്രത്തോളം കാര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് നമ്മളെല്ലാം ബോധ്യവാന്മാരായിരിക്കണം. നിസ്സാരമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഡിസംബറിൽ തണുപ്പില്ല നമ്മൾ പറയാറുണ്ട്, ഡിസംബറിലും തണുപ്പില്ലല്ലോടെ എന്നല്ലേ. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഭീകരമായിട്ടുള്ള വശങ്ങളെപ്പറ്റി നിങ്ങളെല്ലാവരും സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത വീഡിയോ ആണിത്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒന്നും വേണ്ട, പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരനോട്, നിങ്ങളുടെ അടുത്ത വീട്ടിലെ പയ്യനോട്, എടാ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ, നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യങ്ങളാണ്, ഇത് എന്നെയോ നിന്നെയോ മാത്രം ബാധിക്കുന്നതല്ല, ഇത് ലോകമെമ്പാടുമുള്ള എല്ലാ ജനതയും, എല്ലാ മൃഗങ്ങളെയും, എല്ലാ ചെടികളെയും, എല്ലാ ജന്തുക്കളെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കണം. ക്ലൈമറ്റ് ചേഞ്ചിനെയും നമ്മുടെ ആവാസ വ്യവസ്ഥ തകരുന്നതിനെയും ഒക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെയും നിസ്സാരമായിട്ട് കണ്ടിട്ടുള്ള ഭരണാധികാരികളുണ്ട്. അപ്പോൾ ഇവർ തന്നെയാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുക. നമ്മൾ വികസനങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം, പക്ഷേ അത് സസ്റ്റൈനബിൾ ആയിട്ടാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഈ പ്രകൃതിയോട് ചേർന്നിണങ്ങുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പ്രകൃതിയെ നാശത്തിലേക്ക് വിട്ടിട്ട് വലിയ കുന്നുകൾ ഇടിച്ച് നമുക്ക് റിസോർട്ട് കെട്ടിപ്പൊക്കിയിട്ട് നമുക്കൊന്നും നേടാനില്ല. അത് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നമുക്ക് തകർത്തിട്ട് എന്താ നേടാനുള്ളത്? ഒരുപാട് പേരുടെ ജീവൻ നമുക്ക് കളയാന്നല്ലാണ്ട് വേറൊന്നും നേടാനില്ല. അപ്പോൾ വലിയ ദുരന്തങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്നേ കരുതി തുടങ്ങണം എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട, ആക്സിസ് മാക്സ് ലൈഫ് സസ്റ്റൈനബിൾ വെൽത്ത് 50 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കാനുള്ള അവസരം ഈ ജനുവരി 16 വരെ മാത്രമാണ്. അതായത് വെറും 2 ദിവസം കൂടി മാത്രം. ഇവിടെ 2000 രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു നീക്കിയിരിപ്പൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്, വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. വിശ്വേഷമാണ്. പ്ലീസ് സൈനിങ് ഔട്ട്.